ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, യോഹന്നാൻ 8-ാം അധ്യായത്തിൽ യഹൂദന്മാർ യേശുവിനോട് അബ്രാഹാമിനേക്കാൾ നീ വലിയവനോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെയും കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. യേശു അവരോട് 58-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹാം ജനിക്കുന്നതിന് മുൻപ് ഞാനുണ്ട്. അപ്പോൾ അവർ യേശുവിനെ എറിയുവാൻ കല്ലെടുത്തു. എന്തുകൊണ്ടാണെന്നറിയാമോ? യഹൂദർക്ക് സുപരിചിതമായ ഒരു കാര്യമുണ്ട്. പുറപ്പാട് 3-ാം അധ്യായത്തിൽ മോശയെ ദൈവം ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമം എന്തെന്ന് അവർ മോശയോട് ചോദിച്ചാൽ അവരോട് എന്ത് പറയണമെന്ന് ദൈവത്തോട് മോശ ചോദിക്കുന്നു. അതിനുത്തരമായി ദൈവം പറയുന്നത് കേൾക്കൂ. പുറപ്പാട് 3:14. അതിന് ദൈവം മോശയോട്, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് കൽപ്പിച്ചു. ഗ്രീക്ക് ഭാഷയിൽ ഈ 2 സന്ദർഭങ്ങളിലും ഞാൻ എന്നതിന് ഒരേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ആ ഞാൻ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നു. യേശു തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ബൈബിളിലെ ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഈ ഞാൻ യേശുവിൻ്റെ ദൈവവുമായുള്ള ഏകത്വത്തെയും അസ്തിത്വത്തെയും കാണിക്കുന്നു. യേശുവിൻ്റെ പരമാധികാരത്തെ, സ്ഥാനത്തെ, ശാശ്വതമായ ശക്തിയെ എല്ലാം വിളിച്ചോതുന്നു. യേശു പിതാവായ ദൈവത്തിൻ്റെ ഭാഗമാണ്. യേശു ദൈവമാണ്. സങ്കീർത്തനം 2:7 ഇങ്ങനെ പറയുന്നുണ്ട്, കേൾക്കൂ. ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. നമ്മയെല്ലാം ദൈവം സൃഷ്ടിച്ചപ്പോൾ യേശുവിനെ തൻ്റെ സത്തയിൽ നിന്ന് ഭൂമിയിൽ പുത്രനായി ജനിപ്പിച്ചു. അതിനാലല്ലോ യോഹന്നാൻ 3:16 ഇങ്ങനെ പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സഹോദരങ്ങളെ, ഈ വചനത്തിൽ എല്ലാം ഉണ്ട്. യേശു ആരാണ്? എങ്ങനെ നിത്യജീവൻ ലഭിക്കും? ദൈവത്തിൻ്റെ ലോകത്തോടുള്ള സമീപനം എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം? ഇതിനെല്ലാം ഈ വചനത്തിൽ ഉത്തരമുണ്ട്. ദൈവത്തിൻ്റെ പുത്രൻ നമുക്ക് വേണ്ടി താഴ്മയോടെ കാൽവരി കുരിശിൽ യാഗമായി. യേശു ദൈവമാണ്. യേശു ഞാൻ ദൈവമാണെന്ന് നേരിട്ട് പറഞ്ഞിട്ടില്ല. എങ്കിലും നാം വചനത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. യോഹന്നാൻ 10:30 യേശു പറയുന്നു, ഞാനും പിതാവും ഒന്നാകുന്നെന്ന്. വെളിപ്പാടിൽ യേശു പലയിടത്തും ഞാൻ ആൽഫയും ഒമേഗയുമാണെന്ന് പറയുന്നുണ്ട്. വെളിപ്പാട് 1:8, 1:11, 21:6, 22:13 ഇവ വായിക്കുക. ഗ്രീക്ക് ഭാഷയിലെ ആദ്യത്തെ അക്ഷരമാണ് ആൽഫ, അവസാനത്തേത് ഒമേഗ, അതായത് ആദിയും അന്ത്യവുമാണെന്നർത്ഥം. അത് ദൈവത്തിൻ്റെതാണ്. ആരംഭവും അവസാനവുമാണ്. യേശു അത് വ്യക്തമായ രീതിയിൽ അവകാശപ്പെടുന്നു. യേശു കാലത്തിനടിമയല്ല. അബ്രാഹാമും എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് യേശുവിലൂടെയാണ്. കൊളോസ്യർ 1:17 കേൾക്കൂ. അവൻ സർവത്തിനും മുമ്പേയുള്ളവൻ, അവൻ സകലത്തെയും വഹിക്കുന്നവനുമാകുന്നു. എബ്രായർ 13:8 യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ തന്നെ എന്ന് പറയുന്നു. ഇത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. യേശു ദൈവമാണ്. യോഹന്നാൻ 11:25 യേശു പറയുന്നത് കേൾക്കൂ. യേശു പുനരുത്ഥാനവും ജീവനുമാണ് എന്നാണ്. യേശുവിൽ വിശ്വസിച്ചാൽ മരിച്ചാലും ജീവിക്കും. ശാരീരിക മരണവും ആത്മീയ മരണവും തമ്മിലുള്ള വ്യത്യാസമാണ് യേശു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ശാരീരികമായി നാം മരിച്ചാലും ആത്മീയമായി മരിക്കില്ല. യേശുവിൽ ജീവിക്കും. അതായത് മരണഭയം ഉണ്ടാകില്ല. നാം മരണം ആസ്വദിക്കില്ല. അതിനർത്ഥം ശാരീരിക മരണം നമ്മെ ബാധിക്കില്ല എന്നാണ്. ആത്മീയമായി നാം മരിക്കുന്നില്ല. ഈ വിശ്വാസം നമുക്ക് നൽകുന്ന സന്തോഷവും സമാധാനവും പ്രത്യാശയും വളരെ വലുതാണ്. അങ്ങനെ യേശുവിനെ കാത്തിരിക്കുന്നവർക്ക് മാത്രമുള്ള ഒരു വചനം കേൾക്കൂ. യെശയ്യാവ് 40:31. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.